സുഭാഷ് സാറാണ്. ഞാനിത് പറയാൻ പോകുന്നത്, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ, അവരിൽ ഏറിയ പങ്കും എന്ന് പറയുന്നില്ല, എന്നാലും കുറേ വിഭാഗം അടുത്ത വർഷത്തേക്കുള്ള റിപ്പീറ്റ് ചെയ്ത് അടുത്ത വർഷത്തേക്കുള്ള എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോൾ വളരെ കാലങ്ങളായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു 5 വർഷമോ 10 വർഷത്തിനോ അതിനൊക്കെ മുൻപേ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങളും കാര്യങ്ങളൊന്നും പക്ഷേ കുട്ടികൾ ആരുമേ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇതുകൊണ്ട് എന്താ പ്രയോജനം, അതോ പ്രയോജനമില്ലയോ, ഈ വർഷം തന്നെ പോയാൽ മതിയോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊന്നും ആരും ഇതിനെക്കുറിച്ച് നോക്കാതെ തോന്നുന്ന ആ സമയത്തുള്ള രീതിയിൽ കൂടെ അങ്ങ് പോവാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. എന്തിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ആവശ്യമുണ്ടോ, അത് ഈ വർഷം തന്നെ ഒരു കോഴ്സിനങ്ങ് ജോയിൻ ചെയ്താൽ മതിയോ? ഇതൊക്കെയാണല്ലോ നമുക്ക് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതിന് ഇടയ്ക്ക് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഈ വർഷം പലർക്കും ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടില്ല. അത് തന്നെ ഒരു പ്രശ്നമാണ്. റാങ്ക് ലിസ്റ്റ് എത്താത്തത് കൊണ്ട് ആകെ ഏത് കോഴ്സിന് പോകണമെന്നുള്ളൊരു വലിയൊരു പ്രശ്നത്തെ തന്നെയാണ്. അത് തന്നെ ഒരു നിങ്ങളെ കോഴ്സ് കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ളവർക്കാണെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് ഇന്ന കോഴ്സ് നമുക്ക് ഏറ്റവും ഉദ്ദേശിക്കുന്ന ഒരു കോളേജിൽ കിട്ടുമെന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞവർക്കൊന്നും ഇങ്ങോട്ട് മാറി ഒരു 10,000-ന് മേളിലോട്ട് അല്ലെങ്കിൽ 12,000-ന് മേളിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു കോളേജ് കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ ഒരു ഭാഗ്യം പോലെ ഇരിക്കും എന്ന് ഞാൻ പറയുന്നുള്ളൂ. ചിലപ്പോൾ കിട്ടിയിരിക്കും, ചിലപ്പോൾ കിട്ടാതിരിക്കും, അറിയത്തില്ല. അങ്ങനെ കിട്ടുന്നവർ ഒത്തിരി പേരുണ്ട് താനും. ചിലൊക്കെ നമ്മൾ അറിയപ്പെടാതെ ചിലപ്പോൾ ചെന്ന് ഉഴപ്പി ചിലപ്പം നമുക്ക് ജയിക്കാതെ പോകുന്നവരും ഉണ്ട്. എല്ലാ രീതിയിൽ കൂടെ ഉള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം എഴുതുന്നെങ്കിൽ ഏതൊക്കെ എഴുതാൻ പറ്റും, ഏതെഴുതിയാലാണ് കൂടുതൽ പ്രയോജനം, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ എഴുതി കിട്ടുമോ എന്നൊക്കെ ഉള്ളതാണ് പറയാൻ പോകുന്നത്. നമുക്ക് അടുത്ത വർഷത്തേക്ക് ഏറ്റവും നമുക്ക് മുന്നിൽ വരുന്നതാണ് NDA വരുന്നുണ്ട്, കീം വരുന്നുണ്ട്. ഈ 2 എണ്ണം നമ്മൾ ഈ വർഷം എഴുതിയവരൊക്കെ ഉണ്ട്. എന്നാലും ഈ വർഷത്തെ റിസൾട്ട് നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ വിചാരിക്കും ഇച്ചിരൂടെയൊക്കെ ഒന്ന് പഠിച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇച്ചിരൂടെയൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ച് ഈ വർഷം തന്നെ ഒരു നല്ല കോളേജ് കിട്ടുമായിരുന്നു അല്ലേ. അതെല്ലാ വർഷവും എല്ലാ എക്സാമിനും ഉള്ള സംഭവം തന്നെയാണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്ത വർഷം ഈ 3 എക്സാം, ഇനി വേറെയൊക്കെ ഉണ്ട്, ഞാൻ ഏറ്റവും മെയിനായിട്ടുള്ള എക്സാമിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. NDA, കീം, JEE, ഈ 3 എക്സാംസിൽ ഏതാണ് നമുക്ക് പ്രയോജനപ്പെടുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒത്തിരി സമയമൊന്നുമില്ല, ഇത്തിരി സമയം. ഓക്കെ, അതിനകത്ത് നമുക്ക് NDA നാഷണൽ ലെവൽ എക്സാമാണ്, കീം സ്റ്റേറ്റ് ലെവലുമാണ്. ഇത് പിന്നെയും നാഷണൽ ലെവലാണ്. ഇതങ്ങ് ഇത്തിരി കൂടിപ്പോയി, അറിയാമല്ലോ. JEE പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, JEEയുടെ പ്രയോജനം എന്താണെന്നറിയണം. അപ്പോൾ നിങ്ങൾ JEE കുറിച്ച് ഒത്തിരി പേര് ചിന്തിക്കുന്നില്ലെങ്കിൽ കുറച്ച് പേരൊക്കെ JEE എഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ഒത്തിരി കുട്ടികൾ വിളിക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട് JEEയുടെ കാര്യങ്ങൾ, പഠിക്കാനുള്ളതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച അതേമാതിരി ഒന്നും അല്ല എക്സാമിന് വരുന്നത്. അതിലുമൊക്കെ ഇരട്ടി പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ, പക്ഷേ ടോപ്പിക്ക് ബേസ് ഉള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മണ്ടയ്ക്കോട്ട് എന്തുമാത്രം ഹൈറ്റ് വരെ ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് മാത്രമാണ് പ്രശ്നം. പക്ഷെ അതുകൊണ്ടുള്ള പ്രയോജനം ഭയങ്കരമാണ്. ഏകദേശം 23 കോളേജസോളം ഉണ്ട്. IITയിൽ പോകാൻ അല്ലെങ്കിൽ NIT പോകാം. NIT നമ്മൾ അത്ര ഇല്ലെന്നേ ഉള്ളൂ. നമ്മുടെ JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ് ആണ്. മെയിൻസ് 2 എണ്ണം ഉണ്ട്, അഡ്വാൻസ് ഒന്നുണ്ട്. അപ്പോൾ മെയിൻസ് 2 എണ്ണവും പാസ്സായ ശേഷം അതിൻ്റെ ആ കട്ട് ഓഫിന് മണ്ടയ്ക്ക് നിൽക്കുന്നവർക്കെല്ലാം അഡ്വാൻസ് എഴുതാൻ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ NITയിലോട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ പോകാൻ പറ്റും. ഓക്കെ, അഡ്വാൻസും കഴിഞ്ഞെങ്കിൽ IIT പോകാൻ പറ്റുള്ളൂ. അഡ്വാൻസിന് മുമ്പ് നിർത്തുവാണെങ്കിൽ NITയിലുള്ള സാധ്യതയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തിനാണ് ഇത്രയും എല്ലാവരും JEE കുറേ പേര് നോക്കുന്നുണ്ട്, ഒത്തിരി പേരൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പ്രയോജനം ഭയങ്കരമാണ്, ഭയങ്കരം. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അവനെയും കൂടെ ഒന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വേണം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു പരിധി വരെ, ഞാൻ അതിനെ മുഴുവനായിട്ട് എടുക്കാൻ എല്ലാവർക്കും പറ്റില്ല. അതുകൊണ്ട് ഒരു പരിധി വരെ JEEയുടെയും കൂടെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു പോയാൽ ഈ 2 കാര്യങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് മാറും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളുടെ മെയിൻ ഇതാണ്, ഏതൊക്കെയാണ് NDA, കീം ഏറ്റവും മെയിനായിട്ട്. പക്ഷേ നമ്മൾ അവനെയും കൂടെ കൂടുതലൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇവൻ ഭയങ്കര ഈസിയാവും. ഇവൻ ഭയങ്കര ഈസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോളേജിനെ പഠിക്കുക. ഇപ്പോൾ കീം പഠിക്കാൻ തന്നെ നിങ്ങൾക്കറിയാം ഒത്തിരി നല്ല കോളേജ് ഇപ്പോൾ ഉണ്ടെന്നറിയാം. പക്ഷേ ഇപ്പോൾ കിട്ടാത്തില്ല എന്ന് ഉറപ്പുള്ളവരുണ്ട്. നല്ലൊരു കോളേജ് മനസ്സിൽ കാണുന്നവർക്കൊന്നും ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഈ വർഷമില്ല. അടുത്ത വർഷം വേണമെങ്കിൽ ഒരു സാധ്യതയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം.
ഇതിനുള്ളിൽ ഏതാണ് ഏറ്റവും നല്ലത്? NDA ആണ്, കീമാണോ നല്ലത്? നമുക്കിപ്പോൾ കീം ഈ രണ്ടുപേരെയും നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധ്യത ഇത്തിരി കൂടുതൽ കീമിനാണ്, NDAക്കാരും. കാരണം നമ്മുടെ കീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 മാർക്ക് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ളൂ, എന്നാലും കേരളത്തിൽ തന്നെ ഒന്ന് മാറ്റി വരച്ച് ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല കോളേജ് കിട്ടിയാൽ അത് മതി നമുക്ക് നല്ലൊരു ജോലിക്ക് കേട്ടോ. അല്ലാതെ NDA തന്നെ പാസ്സാണെന്നില്ല. പിന്നെ NDAക്ക് ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്, അതിന് അവൻ തന്നെ എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ കീമിന് നിങ്ങൾക്ക് ഒരു റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം. ഈ വർഷം ഇത്തിരി മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതിയാൽ നല്ലൊരു റാങ്ക് കിട്ടാൻ പറ്റുന്നൊരു സാധ്യതയുള്ള ഒരാളാണ് കീം. ഇപ്പോൾ പലർക്കും കമ്പ്യൂട്ടർ സയൻസ് തന്നെ കിട്ടണം, ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്ത്, മനസ്സിലായി, ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലൊരു കോളേജ് കിട്ടണമെങ്കിൽ ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലപോലെ പഠിച്ച് ഇപ്പോൾ +2 ഒരുവിധം മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ടോപ്പ് റാങ്കിലേക്ക് എത്തി ടോപ്പ് കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും സാധ്യത കീമിനാണെന്നാണ് പറഞ്ഞത്. NDAക്കാരും എന്ന് പറഞ്ഞുകൊണ്ട് NDA മോശമാണോ? അല്ല. പക്ഷെ നമുക്ക് ഇത്തിരി ഒന്ന് മാറ്റി വരയ്ക്കുമ്പോൾ ഇത്തിരി ഹൈറ്റ് നിൽക്കുന്നത് കീമിനാണ് കിട്ടാൻ സാധ്യത. ഇതിൻ്റെയും കോഴ്സുകളെല്ലാം അടിപൊളിയാണ് കിട്ടിക്കഴിഞ്ഞാൽ, പക്ഷേ അതിന് ഇത്തിരി കടമ്പകൾ കൂടുതലുണ്ട്. NDA എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ മുന്നിലുണ്ട്. കീം പോലൊന്നുമല്ല. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാൻ പറ്റും. പിന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലൊരു കോഴ്സ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങ് മാറിപ്പോവുകയാണ്, നമ്മളെ അങ്ങ് പഠിപ്പിച്ച് അവരങ്ങ് എടുക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്രയോജനം NDAക്കകത്തുണ്ട്. പക്ഷേ കീമാകുമ്പോൾ നമ്മൾ തന്നെ പഠിച്ച് നമ്മൾ തന്നെ ജോലിയൊക്കെ കണ്ടെത്തേണ്ട നല്ല കോളേജാണെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് +2 മാർക്ക് കൂടെ ചേരുന്നതുകൊണ്ട് കീമിനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം ഒന്ന് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്നതാണ് കീം. ഇത്തിരി ഒന്ന് ലെവൽ കൂടിയുള്ള ക്വസ്റ്റ്യൻസുകൾ കുറേ പഠിക്കണം, അല്ലാതെ കുറച്ചല്ല, കുറേ പഠിക്കണം. കുറേ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിൻ്റെ റീസൺ പറയാൻ കാരണം നമുക്ക് ഒത്തിരി പേര് കീമിൻ്റെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തവരുടെ മാർക്കും കാര്യങ്ങളും ഒക്കെ എന്നെ വിളിച്ച് പറയും. ഞാൻ കഴിഞ്ഞ വർഷമാണ് +2 പാസ്സായത്. അപ്പോൾ ഞാൻ അവരുടെ ആ കഴിഞ്ഞ വർഷം കിട്ടിയ മാർക്ക് ചോദിക്കുമായിരുന്നു, അവർക്ക് ഏത് റാങ്ക് ആയിരുന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ അവർ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ റിപ്പീറ്റ് ചെയ്തതിൻ്റെ പ്രയോജനം ഈ വർഷത്തെ അതിനുള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലായി. പലർക്കും 300, 305, 310 മാർക്കുള്ളവരൊക്കെ മീൻസ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ PCM പ്ലസ് നമ്മുടെ കീം സ്കോറോട് ചേരുമ്പോൾ 300, 310 ഉള്ളവരൊക്കെ ഈ വർഷം അത് 400+ എത്തിയിട്ടുണ്ട്. 450 വരെ എത്തിയവരുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് അതിന് അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, അല്ല 450 എൻ്റെ അതിർ വരുമ്പോഴൊന്നും അല്ല, അപ്പുറത്തുണ്ട്. ഞാൻ പലരും ഇങ്ങനെ വിളിച്ചോ. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം അവർക്ക് നേടിയെടുക്കാൻ പറ്റിയതുകൊണ്ട് ഒരു വർഷം വെയിറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് നല്ലൊരു കോഴ്സ് ഈ വർഷം കിട്ടിയിട്ടുണ്ട്, കിട്ടുമെന്ന് ഉറപ്പുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് നല്ല. പക്ഷേ NDAക്ക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ നമ്മൾ കീമിന് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി വർക്ക് വേണം, എന്നെങ്കിലേ അവനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു സബ്ജക്റ്റ് മാത്രമല്ല, കുറേ സബ്ജക്ട്സുകൾ പഠിക്കാനുണ്ട്. മാത്സ് ആണ് അതിൻ്റെ ടോപ്പ്, ഒരു പേപ്പർ ഫുൾ, മറ്റേതിനകത്ത് എല്ലാം കൂടെ ചേർന്നുള്ളതാണ്. അപ്പോൾ അവനെ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നല്ലതാണ്. ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ JEE പഠിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരെയുള്ള പ്രോബ്ലംസ് പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ JEE അല്ല, JEE നേരിട്ട് പോയി ചാടി JEEയിലെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റില്ല. പതുക്കെ നമുക്ക് ഇതിനുള്ളിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നല്ല സ്പീഡ് ചെയ്ത് വേണം JEEയുടെ ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യാൻ, എന്നെങ്കിലും നമുക്കത് പറ്റുള്ളൂ. നേരിട്ട് അവിടെ പോയി അറ്റൻഡ് ചെയ്യുന്നത് അത്ര ഇതല്ല, എന്തായാലും നമുക്ക് കുറേ കാര്യങ്ങൾ മിസ്സാവും. അതുകൊണ്ട് ഇവിടുത്തെ ഇതിനെ ചേർന്ന് എത്തുമ്പോഴത്തേക്ക് JEEയുടെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, സാലറി തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ എത്രയോ വിശ്വസിക്കുന്ന മീൻസ് നമ്മളെങ്കിൽ കരുതുന്നതിനേക്കാളൊക്കെ ഇരട്ടിയാണ് സാലറി. അതുകൊണ്ട് തന്നെയാണ് അതിനെ അറിഞ്ഞുകൊണ്ട് അവർ അവിടെ പോകുന്നത്. പക്ഷേ എൻ്റെ തോട്ടത്തിൽ ഇവിടുത്തെ പല കുട്ടികളും JEE എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊന്നും ഉള്ളതല്ല, ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് ആദ്യമേ അങ്ങ് തീരുമാനിക്കുക. അല്ലെങ്കിൽ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതോ അതിനെക്കുറിച്ചൊന്നും സ്റ്റഡി ചെയ്യാൻ ആരുമേ തയ്യാറാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും ടോപ്പ് JEE ആണ്. പിന്നെ അത് അത്ര എളുപ്പമല്ല. പക്ഷേ ഈ രണ്ടുപേരും നിങ്ങൾക്ക് കീമിനെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് NDAയും മറ്റുള്ള ഐസറും കുറേ കാര്യങ്ങളൊക്കെ മറ്റുള്ള എൻട്രൻസുകളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ വർഷം എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ല എന്നുള്ള വിഷമമുള്ളവർ ഒരു വർഷം കളയാൻ തയ്യാറായാൽ പല കാര്യങ്ങളും നേടാനുള്ള സാധ്യത കിട്ടും. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.
അതിന് ഏറ്റവും കൂടുതൽ സാധ്യത കീമിന് തന്നെയാണ്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിലുള്ളവർക്കാണെങ്കിലും ഇവിടെ പഠിക്കുന്ന CBSE കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും നല്ല സാധ്യതയാണ്. ഒരു വർഷം കളഞ്ഞ് എഴുതിയാൽ നല്ലൊരു കോളേജും നല്ലൊരു കോഴ്സും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത് മാത്രമൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കീം റാങ്ക് ലിസ്റ്റ് എല്ലാവരും കാത്തിരിക്കുകയാണ്. പറ്റുന്നെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഉറപ്പായിട്ടും വന്നിരിക്കും. റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് ഡേറ്റാസുകൾ കുറേ കളക്ട് ചെയ്താലും നമുക്ക് പോരാ, അതുകൊണ്ട് തന്നെയാണ് ഞാനത് തയ്യാറാക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തീരുമാനങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് എടുക്കാൻ ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.